പ്രമാദമായ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു. മുഖ്യപ്രതി ഷെബിൻ അഷ്റഫിന് 11 വർഷവും 9 മാസവുമാണ് തടവ്. രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും തടവ്. അരുൺ അമൃതാണ് വിവരങ്ങളുമായിട്ട്. അരുൺ, അതിക്രൂരമായ കൊലപാതകം നടന്നതാണ്. പോലീസ് അതിൻ്റെ അന്വേഷണത്തിലെ കണ്ടെത്തുന്നതും ഒക്കെ വളരെ നാടകീയമായിട്ടായിരുന്നു. എങ്ങനെയാണ് ശിക്ഷാവിധി? ദിവിഷ്, അഭിലാഷ്, കേരളത്തിലെ തന്നെ ഇത്തരത്തിൽ വിചാരണ പൂർത്തിയാക്കുന്ന മൃതദേഹമോ കണ്ടെത്താത്ത ആദ്യത്തെ കൊലക്കേസാണ് ഈ ഷാബാസ് ഷെരീഫ് വധക്കേസ്. അതിലാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. 3 പ്രതികളെയായിരുന്നു കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. അതായത് ഈ ഒറ്റമൂലി രഹസ്യം കൈക്കലാക്കാൻ ഈ ഷാബാസ് ഷെരീഫിനെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ്, 2ാം പ്രതി ഷൈബിൻ അഷ്റഫിന്റെ മാനേജറായ ഷിഹാബുദ്ദീൻ, 6ാം പ്രതി ഷൈബിൻ അഷ്റഫിന്റെ ഡ്രൈവറായ നിഷാദ് എന്നിവരാണ്. ഈ 3 പേരെയും കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. ബോധപൂർവമല്ലാത്ത നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയത്. അതിലാണ് ഇപ്പോൾ കോടതി ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യപ്രതിയായ ഷൈബിൻ അഷ്റഫിന് 11 വർഷവും 9 മാസവുമാണ് തടവ് ശിക്ഷ. ഒപ്പം തന്നെ 2ാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും, 3ാം പ്രതി നിഷാദിന് 3 വർഷവും 9 മാസവുമാണ് തടവ് ശിക്ഷ. ഇങ്ങനെയാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പിഴയും ഈടാക്കുന്നുണ്ട്. 2,30,000 രൂപയാണ് മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് പിഴ തുകയായി അടയ്ക്കേണ്ടത്. ഒപ്പം തന്നെ ഈ 2ഉം 6ഉം പ്രതികൾക്ക് 15,000 രൂപയാണ് കോടതി പിഴ ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നാടകീയമായ അന്വേഷണത്തിന്റെ ഘട്ടത്തിലൂടെ പോലീസ് കടന്നൊരു കേസാണ്. കേരള പോലീസിന്റെ മികവിന്റെ ഉദാഹരണമായി തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു കേസായി തന്നെ ഷാബാസ് ഷെരീഫ് വധം വിശേഷിപ്പിക്കപ്പെടും. കാരണം 2020 ഈ നാൾ വഴികളിലൂടെ ഒന്ന് കടന്നുപോയാൽ 2022 ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ കേസിലെ 7ാം പ്രതി കൂടിയായിരുന്ന നൌഷാദ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്, ആത്മഹത്യാ ശ്രമം നടത്തി, അതിന് പിന്നാലെ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഇത്തരത്തിലുള്ള കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പോലീസിന്റെ മുന്നിലേക്ക് ഈ കേസ് എത്തുമ്പോൾ മൃതദേഹഭാഗമോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ തെളിവോ അടിസ്ഥാനമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലമോ പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ആ കേസിൽ പോലീസ് പല ഘട്ടത്തിലൂടെ അന്വേഷണം നടത്തി, മൈസൂരിലെത്തി പരിശോധന നടത്തി. ചാലിയ മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കി ഒഴുക്കി എന്ന് പറഞ്ഞ ചാലിയാർ പുഴയുടെ തീരത്ത് മൈസൂരിൽ ഷാബാസ് ഷെരീഫിനെ തടങ്കലിൽ പാർപ്പിച്ച ഈ വീട്ടിലൊക്കെ പരിശോധന നടത്തിയതിലാണ് നിർണായകമായ ഒരു ശാസ്ത്രീയ തെളിവ് പോലീസിന് ലഭിക്കുന്നത്. അത് ഈ ഷാബാസ് ഷെരീഫിന്റെ ഒരു മുടി ഇഴയായിരുന്നു. അത് ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്ന് കിട്ടി. മൈറ്റോകോൺട്രിയോ DNA ഫലത്തിൽ അത് ഷാബാസ് ഷെരീഫിൻ്റെതാണെന്ന് തെളിയുന്നു. ഒപ്പം തന്നെ ഈ നൌഷാദിന്റെ മൊഴികൾ അതിൽ നിർണായകമായി. ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഒരു ദൃശ്യം, ഈ ഷാബാസ് ഷെരീഫിനെ തടങ്കലിൽ പാർപ്പിച്ച ഒരു ദൃശ്യം, അതും ഈ അന്വേഷണത്തിന് ഏറെ നിർണായകമായിരുന്നു. അത്തരത്തിൽ സങ്കീർണമായ ഒരു അന്വേഷണത്തെ മറികടന്നുകൊണ്ടാണ് പോലീസ് ഈ കുറ്റക്കാരെന്ന് പ്രതികളെ കണ്ടെത്താൻ പോലീസിന്റെ അന്വേഷണത്തിലൂടെ സാധിച്ചത്. 88 ദിവസം മാത്രം എടുത്താണ് പോലീസ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അന്നത്തെ മലപ്പുറം SP ആയിരുന്ന S. സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ DYSP ഷാജു എബ്രഹാമിന്റെയും മലപ്പുറം CIP വിഷ്ണുവിന്റെയും നേതൃത്വത്തിലായിരുന്നു അന്നത്തെ അന്വേഷണം നടന്നിരുന്നത്. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. മുഖ്യപ്രതിയായ ഷൈബിൻ അഷ്റഫ് ഈ ഒറ്റമൂലി രഹസ്യം കൈക്കലാക്കാൻ വേണ്ടി ഈ പ്രതി ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവരികയായിരുന്നു. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനാണ് 11 വർഷവും 9 മാസവും തടവ്. 2ാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും തടവ്. 6ാം പ്രതി നിഷാദിന് 3 വർഷവും 9 മാസവും തടവ് എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. ദിവിഷ്, അഭിലാഷ്. എന്തായാലും കേരള പോലീസിന്റെ അന്വേഷണത്തിനൊരു പൊൻതൂവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശിക്ഷ വിധിച്ച മജിസ്ട്രേറ്റ് മുമ്പ് ബാറ്റ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 11 വർഷവും 9 മാസവുമാണ്. 12 തികച്ചിട്ടില്ല. അതെന്താണ് അതിന്റെ കിടക്കുന്നറിയില്ല. എന്തായാലും അരുൺ, ഇപ്പോ ഇതുപോലൊരു ക്രൂരത, ഒരു ഒറ്റമൂലി രഹസ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ തട്ടിക്കൊണ്ടുവരിക, എന്താ പറയുക, നായയൊക്കെ കെട്ടിയിടുന്നത് പോലെയാണ്. ഒരു മനുഷ്യനെ ഒരു മുറിക്കകത്ത് കെട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പീഡിപ്പിച്ച് നരകയാതന അനുഭവിച്ച് കൊലപ്പെടുത്തി കഷ്ണങ്ങളായി പുഴയിൽ ഒഴുക്കുക. അത്രയേറെ ഒരു മരുന്നിന്റെ രഹസ്യത്തിന് വേണ്ടിയാണ് ഇമാതിരി ക്രൂരത ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും അത് ഏത് ഘട്ടത്തിലാണ് അരുൺ ആ കേസിൽ ഇങ്ങനൊരു തട്ടിക്കൊണ്ടുപോകലാണ്, ഇങ്ങനെ ക്രൂരമായ കൊലപാതകം നടന്നുവെന്നൊക്കെ വെളിപ്പെട്ടു വന്നത്? അതെ ദിവിഷ്, അഭിലാഷ്, വർഷങ്ങൾ നീണ്ട പീഡനമാണ്, ക്രൂര കൊലപാതകം തന്നെയാണ് നടന്നത്. അതിൽ ബോധപൂർവമല്ലാത്ത നരഹത്യ, കൊല്ലണം എന്ന ഉദ്ദേശം ഈ പ്രതികൾക്കുണ്ടായിരുന്നില്ല എന്ന കണ്ടെത്തലിലാണ് കോടതി ബോധപൂർവമല്ലാത്ത നരഹത്യ എന്ന ശിക്ഷ വിധിച്ചത്. അതിൻ്റെ വകുപ്പ് ചുമത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഈ നാൾ വഴികളിലൂടെ ദിവിഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ പോകാം. 2022 സെക്രട്ടേറിയറ്റിന് മുൻപിൽ വെച്ച ഇത്തരത്തിൽ ഒരു കേസിലെ 7ാം പ്രതി കൂടിയായ നൌഷാദ് മോനു ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്നു. കേസിലെ 2 പ്രതികൾ
തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന്. ആ ഘട്ടത്തിലാണ് പോലീസ് ഈ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസ് കണ്ടെത്തുന്നത്. 2019 ഈ പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിനെ മൈസൂരിൽ നിന്ന് ഷൈബിൻ അഷ്റഫ് തട്ടിക്കൊണ്ടുവരുന്നു. 1.5 വർഷത്തോളം ക്രൂരമായ പീഡനം, കെട്ടിയിട്ട് ഈ ഒറ്റമൂലിയുടെ രഹസ്യം ചോർത്താനായി നിരവധിയായ പീഡനം. ഈ രഹസ്യം അപ്പോഴും ഈ വൈദ്യൻ വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അങ്ങനെ നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നു. 2020 ഒക്ടോബറിൽ ഈ വൈദ്യൻ കൊല്ലപ്പെടുന്നു. അങ്ങനെ കഷ്ണങ്ങളാക്കി, മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയുടെ വിവിധ പ്രദേശങ്ങൾ തള്ളി. അങ്ങനെ 2 പ്രളയങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞതാണ്. പോലീസിന് ഈ തെളിവ് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അന്വേഷണം തുടങ്ങിയ പോലീസ് ഈ DNA പരിശോധന, മൈറ്റോകോൺഡ്രിയ DNA പരിശോധനയാണ് ഏറ്റവും നിർണായകമായത്. ഈ ഷാബാസ് ഷെരീഫിന്റെ മുടിയിഴ കാറിൽ നിന്ന് കിട്ടി. അത് ഷാബാസ് ഷെരീഫിൻ്റെതാണെന്ന് പറഞ്ഞു. ഈ ഒരു ശാസ്ത്രീയ തെളിവാണ് കോടതിക്ക് മുന്നിൽ ഏറ്റവും പ്രധാനമായി പോലീസിന് സമർപ്പിക്കാനുണ്ടായത്. രണ്ടാമത്തേത് ഈ 7ാം പ്രതിയായിരുന്ന നൌഷാദിന്റെ മൊഴി കൂടിയാണ്. ഈ നൌഷാദിനെ പിന്നീട് മാപ്പുസാക്ഷിയാക്കി കേസിൽ വെറുതെ വിടുകയായിരുന്നു. 9 പ്രതികളെ കേസിൽ വെറുതെ വിട്ടിരുന്നു. 88 ദിവസം കൊണ്ടാണ് പോലീസ് ഈ അതിസങ്കീർണമായ കേസിൽ സമർത്ഥമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് പോലീസ് അന്വേഷണമാണ് ഈ കേസിന് തുമ്പുണ്ടാക്കിയത് എന്ന് മാത്രമല്ല, സത്യം എങ്ങനെ ഒരു മുടിനാരിഴയെങ്കിലും ആയി പുറത്തേക്ക് വരിക തന്നെ ചെയ്യും എന്ന നല്ല സെക്രട്ടറിന് മുമ്പിലെ ആ ഒരു നാടകം, ആത്മഹത്യാ നാടകം, അതാണ് പിന്നീട് നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്ന ഈ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ പൊതുജന സമക്ഷത്തിലെത്തിച്ചത്. ഒപ്പം തന്നെ പറഞ്ഞ പോലെ ആ മുടിനാരിഴയിൽ പിടിച്ചു കേരള പോലീസിന് കയറാൻ പറ്റി. കൃത്യമായ ശിക്ഷാവിധിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്ക്